ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ പ്രഭാഷകനിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോയാണ്. പ്രഭാഷകൻ 50-ാം അധ്യായം. ഇതോടുകൂടി ന്യായാധിപന്മാരിൽ നിന്നും പ്രഭാഷകനിൽ നിന്നും 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളുടെയും വീഡിയോ ചെയ്തു കഴിയുകയാണ്. നാളെ മുതൽ ലൂക്കായുടെ സുവിശേഷത്തിന്റെ വീഡിയോ ചെയ്തു തുടങ്ങുകയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തി വരുന്നുണ്ട്. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്ട്രേഷൻ ഫീസ് അയക്കേണ്ടതാണ്. നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതേ ഫോർമാറ്റിൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. 2025 ലോഗോസ് ക്വിസ് പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 50-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 29 വാക്യങ്ങൾ. ചോദ്യം 2, പ്രഭാഷകൻ 50-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് പ്രധാന പുരോഹിതൻ ശിമയോൻ. 3, ഒനിയാസിന്റെ പുത്രനായ ശിമയോൻ ആരായിരുന്നു? പ്രധാന പുരോഹിതൻ. 4, പ്രധാന പുരോഹിതനായ ശിമയോന്റെ പിതാവാര്? ഒനിയാസ്. 5, പ്രധാന പുരോഹിതനായ ശിമയോൻ നേതാവായിരുന്നത് ആർക്ക്? സഹോദരന്മാർക്ക്. 6, പ്രധാന പുരോഹിതനായ ശിമയോൻ ആർക്കാണ് അഭിമാനവും ആയിരുന്നത്? ജനത്തിന്. 7, സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 8, ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 9, പ്രധാന പുരോഹിതനായ ശിമയോൻ പുതുക്കിപ്പണിതത് എന്ത്? ദേവാലയം. 10, പ്രധാന പുരോഹിതനായ ശിമയോൻ പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് എന്ത്? ദേവാലയം. 11, പ്രധാന പുരോഹിതനായ ശിമയോൻ അടിസ്ഥാനമിട്ടതെന്ത്? ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ടമതിലിന്. 12, ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ടമതിലിന് അടിസ്ഥാനമിട്ടതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 13, അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആരുടെ കാലത്ത്? പ്രധാന പുരോഹിതനായ ശിമയോന്റെ കാലത്ത്. 14, പ്രധാന പുരോഹിതനായ ശിമയോന്റെ കാലത്ത് എങ്ങനെയുള്ള ജലസംഭരണിയാണ് കുഴിച്ചത്? സമുദ്രം പോലെ വിശാലമായ. 15, പ്രധാന പുരോഹിതനായ ശിമയോന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ എന്താണ് കുഴിച്ചത്? ഒരു ജലസംഭരണി. 16, പ്രധാന പുരോഹിതനായ ശിമയോന്റെ കാലത്ത് നഗരത്തിന് കോട്ട കെട്ടിയത് എന്തിനു വേണ്ടി? ആക്രമണം ചെറുക്കാൻ. 17, പ്രധാന പുരോഹിതനായ ശിമയോൻ ആരെയാണ് നാശത്തിൽ നിന്നും രക്ഷിച്ചത്? ജനത്തെ. 18, പ്രധാന പുരോഹിതനായ ശിമയോൻ ജനത്തെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? നാശത്തിൽ നിന്നും. 19, പ്രധാന പുരോഹിതനായ ശിമയോൻ എവിടെ നിന്നും പുറത്തു വരുമ്പോൾ അവനെ ജനം പൊതിയുമ്പോഴാണ് അവൻ എത്ര മഹത്വപൂർണനാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ശ്രീകോവിലിന്. 20, പ്രഭാഷകൻ 50:6 പ്രകാരം പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രഭാതതാരം പോലെ പ്രശോഭിച്ചത് എവിടെ? മേഘങ്ങൾക്കിടയിൽ. 21, മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? പ്രഭാതതാരം പോലെ. 22, എന്തിനിടയിൽ പ്രഭാതതാരം പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? മേഘങ്ങൾക്കിടയിൽ. 23, ഉത്സവവേളയിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? പൂർണ്ണചന്ദ്രനെ പോലെ. 24, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 25, പ്രധാന പുരോഹിതനായ ശിമയോൻ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചത് എപ്പോൾ? ഉത്സവവേളയിൽ. 26, ആരുടെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? അത്യുന്നതന്റെ. 27, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന എന്തിനെപ്പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? സൂര്യനെ പോലെ. 28,
എവിടെ വിളങ്ങുന്ന മഴവില്ല് പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ. 29 തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? മഴവില്ല് പോലെ. 30 തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 31 വസന്തത്തിൽ പനിനീർപ്പൂ പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 32 വസന്തത്തിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? പനിനീർപ്പൂ പോലെ. 33 നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 34 പ്രധാന പുരോഹിതനായ ശിമയോൻ നീർച്ചാലിനരികെ നിൽക്കുന്ന എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ലില്ലി പോലെ. 35 എവിടെ നിൽക്കുന്ന ലില്ലി പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? നീർച്ചാലിനരികെ. 36 വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പു പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 37 പ്രധാന പുരോഹിതനായ ശിമയോൻ ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പു പോലെ പ്രശോഭിച്ചത് എപ്പോൾ? വേനൽക്കാലത്ത്. 38 വേനൽക്കാലത്തും എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? ലെബനോനിൽ. 39 ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 40 പ്രധാന പുരോഹിതനായ ശിമയോൻ എവിടെ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് പ്രശോഭിച്ചത്? ധൂപകലശത്തിൽ. 41 ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? സുഗന്ധദ്രവ്യം പോലെ. 42 രത്നഖചിതമായ സ്വർണത്തളിക പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 43 പ്രധാന പുരോഹിതനായ ശിമയോൻ രത്നഖചിതമായ എന്തുപോലെയാണ് പ്രശോഭിച്ചത്? സ്വർണത്തളിക പോലെ. 44 എങ്ങനെയുള്ള സ്വർണത്തളിക പോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? രത്നഖചിതമായ. 45 കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 46 കായ്ച്ചു നിൽക്കുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? ഒലിവ് പോലെ. 47 മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 48 മേഘം ഉരുമുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ പ്രശോഭിച്ചത്? ദേവദാരു പോലെ. 49 മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രധാന പുരോഹിതനായ ശിമയോൻ എന്തു ചെയ്തു? പ്രശോഭിച്ചു. 50 പ്രധാന പുരോഹിതനായ ശിമയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് എങ്ങനെ? മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി. 50 പ്രധാന പുരോഹിതനായ ശിമയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് എങ്ങനെ? മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി. 51 മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 52 എങ്ങനെയുള്ള വസ്ത്രമണിഞ്ഞാണ് പ്രധാന പുരോഹിതനായ ശിമയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത്? മഹിമയേറിയ സ്ഥാനവസ്ത്രം. 53 മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി പ്രധാന പുരോഹിതനായ ശിമയോൻ സമീപിച്ചത് എന്തിനെ? വിശുദ്ധ ബലിപീഠത്തെ. 54 അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് എന്തിനെയാണ് മഹത്വപൂർണമാക്കിയത്? വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. ആര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 56 പ്രധാന പുരോഹിതനായ ശിമയോൻ എവിടെ നിന്നാണ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ഓഹരികൾ സ്വീകരിച്ചത്? ബലിപീഠത്തിലെ അഗ്നിക്കരികെ. 57 ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ച ശിമയോനെ സഹോദരന്മാർ ചുറ്റി നിന്നത് എന്തുപോലെ? പൂമാല പോലെ. 58 പൂമാല പോലെ ശിമയോനെ ചുറ്റി നിന്നതാര്? സഹോദരന്മാർ. 59 ശിമയോൻ സഹോദര മധ്യേ ശോഭിച്ചത് എങ്ങനെ?
ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ. 60 ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചതാര്? പ്രധാന പുരോഹിതനായ ശിമയോൻ. 61 എന്തിനാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെയാണ് ശിമയോൻ ശോഭിച്ചത്? ഈന്തപ്പനകളാൽ. 62 ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ എന്തുപോലെയാണ് ശിമയോൻ ശോഭിച്ചത്? ഇളം ദേവദാരു പോലെ. 63 തങ്ങളുടെ സർവ വിഭൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നതാര്? അഹറോന്റെ പുത്രന്മാർ. 64 അഹറോന്റെ പുത്രന്മാർ കർത്താവിന്റെ കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നത് എങ്ങനെ? തങ്ങളുടെ സർവ വിഭൂഷകളോടുകൂടെ. 65 അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ വിഭൂഷകളോടുകൂടി എന്ത് കരങ്ങളിലേന്തിയാണ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നത്? കർത്താവിനുള്ള കാഴ്ചകൾ. 66 പ്രധാന പുരോഹിതനായ ശിമയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ആർക്കാണ് കാഴ്ചകൾ ഒരുക്കിയത്? അത്യുന്നതനായ സർവശക്തന്. 67 പ്രധാന പുരോഹിതനായ ശിമയോൻ എവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ബലിപീഠത്തിലെ. 68 പ്രധാന പുരോഹിതനായ ശിമയോൻ ബലിപീഠത്തിലെ എന്തു പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ശുശ്രൂഷകൾ. 69 പ്രധാന പുരോഹിതനായ ശിമയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് എന്താണ് ഒരുക്കിയത്? കാഴ്ചകൾ. 70 പ്രധാന പുരോഹിതനായ ശിമയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം പാനപാത്രത്തിലെടുത്തതെന്ത്? മുന്തിരിച്ചാറ്. 71 പ്രധാന പുരോഹിതനായ ശിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് എന്തെല്ലാമായാണ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി. 72 പ്രധാന പുരോഹിതനായ ശിമയോൻ നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് എന്ത്? മുന്തിരിച്ചാറ്. 73 ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളമൂതുകയും ചെയ്തതാര്? അഹറോന്റെ പുത്രന്മാർ. 74 അഹറോന്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും നിർമ്മിതമായ കാഹളമൂതുകയും ചെയ്തു. പ്രഭാഷകൻ 50:16 പ്രകാരം പൂരിപ്പിക്കുക. ലോഹനിർമ്മിതമായ. 75 അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ആര്? അഹറോന്റെ പുത്രന്മാർ. 76 അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അഹറോന്റെ പുത്രന്മാർ ചെയ്തതെന്ത്? ഉച്ചഘോഷം മുഴക്കി. 77 അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അഹറോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ജനം ചെയ്തതെന്ത്? അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. 78 അഹറോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ആരെ ആരാധിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ സാഷ്ടാംഗം വീണത്? അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ. 79 ശ്രുതിമധുരമായി അത്യുന്നതനായ കർത്താവിനെ സ്തുതിച്ചു പാടിയതാര്? ഗായകർ. 80 ഗായകർ കർത്താവിനെ സ്തുതിച്ചു പാടിയത് എങ്ങനെ? ശ്രുതിമധുരമായി. 81 ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് എപ്പോൾ വരെ? കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ. 82 കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതാര്? ജനം. 83 കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിച്ചത്? കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ. 84 കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയതാര്? ശിമയോൻ. 85 ആരെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത്? കർത്താവിന്റെ നാമത്തെ. 86 കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും
അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയപ്പോൾ ജനം ചെയ്തതെന്ത്? അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ വീണ്ടും കുമ്പിട്ടു. 87 ആരുടെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത്? അത്യുന്നതന്റെ. 88 പ്രഭാഷകൻ 50-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തലക്കെട്ട് ഉപദേശങ്ങൾ. 89 എല്ലായിടത്തും എന്തു ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൻ കാര്യങ്ങൾ. 90 എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആരെ വാഴ്ത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സകലത്തിന്റെയും ദൈവത്തെ. 91 എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്നത് ആര്? സകലത്തിന്റെയും ദൈവം. 92 സകലത്തിന്റെയും ദൈവം നമ്മെ എന്നു മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു? ജനനം മുതൽ. 93 ജനനം മുതൽ നമ്മെ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നത് ആര്? സകലത്തിന്റെയും ദൈവം. 94 സകലത്തിന്റെയും ദൈവം നമുക്ക് നൽകുന്നതായി പ്രഭാഷകൻ 50:23 പറഞ്ഞിരിക്കുന്നത് എന്ത്? ഹൃദയാഹ്ലാദം. 95 അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ എവിടുത്തെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഇസ്രായേലിലെ. 96 അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എപ്രകാരമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമാധാനപൂർണമാക്കുകയും. 97 അവിടുന്ന് നമ്മുടെ മേൽ വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രഭാഷകൻ 50:24 പ്രകാരം പൂരിപ്പിക്കുക. കാരുണ്യം. 98 അവിടുന്ന് നമ്മുടെ മേൽ എന്തു വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? കാരുണ്യം. 99 അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ എന്തു ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? രക്ഷിക്കുകയും. 100 ആരു നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 50:25 പറയുന്നത്? 2 ജനതകൾ. 101 2 ജനതകൾ നിമിത്തം ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലേശിക്കുന്നു. 102 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 2 ജനതകൾ ഏതെല്ലാം? സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും. 103 മൂന്നാമത്തേത് ജനതയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഷെക്കെമിലെ മൂഢജനത. 104 വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഞാൻ ആരാണ്? പ്രഭാഷകൻ. 105 പ്രഭാഷകൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ എങ്ങനെയെല്ലാം ഉള്ളതാണ്? വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും. 106 പ്രഭാഷകൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശു. 107 പ്രഭാഷകൻ ഗ്രന്ഥകർത്താവായ യേശു ആരുടെ പുത്രനാണ്? ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ. 108 ജെറുസലേമിലെ എലയാസറിന്റെ മകൻ ആര്? സീറാക്ക്. 109 ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ എവിടെ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്നാണ് പറയുന്നത്? ഹൃദയഗാധത്തിൽ നിന്ന്. 110 ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയഗാധത്തിൽ നിന്ന് പുറപ്പെടുവിച്ച എന്താണ് ഇതെന്നാണ് പറയുന്നത്? ജ്ഞാനമാണ്. 111 ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ എവിടെ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിൽ. 112 ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ആരാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനി. 113 ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവയെ അനുവർത്തിക്കുന്നവൻ എന്താകും? എല്ലാറ്റിനും കഴിവുള്ളവനാകും. 114 അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കാരണമെന്ത്? കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. 115 അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ എന്തു ചെയ്യുന്നത്? നയിക്കുന്നത്.
ഇങ്ങനെ 115 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 50-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നാളെ മുതൽ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ചെയ്യുകയാണ്. മെയ് മാസം അവസാനത്തോടുകൂടി ലൂക്കായുടെ സുവിശേഷം പൂർണ്ണമായും വീഡിയോ ചെയ്ത് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പുസ്തകം അയച്ചു തരുന്നതാണ്. പരമാവധി ആളുകൾക്ക് പുസ്തകം റെഫർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.